എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു മനസ്സുണ്ട് അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു കുഷ്ഠരോഗിയൊക്കെ കർത്താവിനെ കണ്ടില്ലേ? കർത്താവിനെ വഴിവെച്ച് കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും ഇരിക്കുന്നത് എന്നെക്കുറിച്ചൊരു അങ്ങയുടെ മനസ്സിലാണ്. അത് ഭയങ്കര വർത്തമാനമാണത്. കാര്യം ഇവൻ ഒരു നോട്ട് ബൈ മെരിറ്റാണെന്നുള്ള വായിച്ച ഭാഗം മർക്കോസ് 1:40. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതിൻ്റെ അത് വരുന്നൊരു വിഷയമേ, തൻ്റെ 0 മെരിറ്റ് അവൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ. ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് എപ്പോഴും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലല്ലേ? അപ്പോൾ ബട്ട് ബൈ ഗ്രേസ് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം. 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം. എനിക്ക് മെരിറ്റ് ഇല്ല, എനിക്ക് എങ്ങനെ കൂട്ടിക്കുറച്ചാലും ചിന്തിച്ചാലും കൂട്ടിയാലും കുറച്ചാലും എനിക്ക് യാതൊരു മെരിറ്റുമില്ലെന്ന് ഇവൻ്റെ ഈ കുഷ്ഠരോഗി തൻ്റെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ എന്ത് പറ്റി? അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങി. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണമെങ്കിൽ അത് അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് വരണത്. നമ്മുടെ പുസ്തകം 13:22. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ദാവീദ് എല്ലാ കാലത്തും പറഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് പറയും. അതാണ് ഈ മനസ്സിന് ഇണങ്ങുന്നത് പറയുന്നത് കാര്യം. അതായത് ദൈവത്തിൻ്റെ ടോട്ടൽ ശക്തി എല്ലാ കാലത്തും താൻ പ്രാഗൽഭ്യവും പ്രഭയും ശക്തിയും നിറഞ്ഞ കാലത്ത് പോലും എല്ലാ ദിക്കുകളിലും വെച്ച് കർത്താവിൻ്റെ നാമം ഇവൻ വിളിച്ചപേക്ഷിക്കും, ഏറ്റുപറയും. കർത്താവിൻ്റെ ശക്തി ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും പറയും, നീ പരിചയം വാളുമായി എൻ്റെ നേരെ വരുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. അതാണ് വിഷയം. അത് ഈ കുഷ്ഠരോഗിയും പറഞ്ഞ അതാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പം നമ്മുടെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് ജീവിതത്തിൽ അതുവരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് മനസ്സിന് ഇണങ്ങുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു പെരുമാറ്റ രീതി, ഒരു പ്രാർത്ഥനാ രീതി, ഒരു നിലപാട് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ, അതായത് നമ്മുടെ മെരിറ്റിൽ ആശ്രയിക്കാതെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുത്ത് മുന്നേറിയ നമ്മൾ ദൈവത്തിന് മനസ്സിണങ്ങിയ ആളായി മാറും. ശ്രദ്ധിച്ചാൽ മതി. പ്രേസറാണ്.